ഹലോ, ഇന്നിതാ നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം കേട്ടോ. ഇന്ന് രാവിലെ ഇതാ ഉരുളക്കിഴങ്ങും താളിച്ചതും നീർദോശയാണ് കേട്ടോ. ഇന്നലെ പരിപ്പ് ഉരുളക്കിഴങ്ങും തക്കാളി ഇട്ടിട്ടായിരുന്നു. ഇന്ന് ഉരുളക്കിഴങ്ങും ഉള്ളിയും തക്കാളി കേട്ടോ. പരിപ്പില്ല എന്ന് മാത്രം. പിന്നെ സാമ്പാർ പൊടിക്ക് പകരം നമ്മൾ മീറ്റ് മസാല, ഇറച്ചി മസാല അങ്ങനെ എന്തെങ്കിലും ഒരു മസാല ആഡ് ചെയ്യുന്നത് മാത്രം കേട്ടോ. വേറെ വ്യത്യാസങ്ങളൊന്നും വന്നിട്ടില്ല കേട്ടോ. നമുക്ക് സാധാരണക്കാർക്ക് ഇന്ന് ഉരുളക്കിഴങ്ങും തക്കാളിയാണെങ്കിൽ നാളെ പരിപ്പും തക്കാളി ആയിരിക്കും. അങ്ങനെയൊക്കെ അങ്ങോട്ട് പോകും. അതന്നെ ദൈവം തരുന്നത് വലിയ കാര്യമൊന്നുമില്ല നമ്മൾ കരുതണ്ടല്ലേ. നമ്മളെക്കാട്ടും ബുദ്ധിമുട്ടി എന്തോരം പേരുണ്ട് ജീവിക്കുന്ന, ഒരു നേരത്തെ ഭക്ഷണം പോലും ഇല്ലാണ്ട് അരുത്. ഞാൻ ഈ പൊടിയൊക്കെ വാട്ടി കടുകൊക്കെ പൊട്ടിച്ച് കഴിഞ്ഞപ്പോൾ കേട്ടോ ഓർമ്മ വന്നത് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചിട്ടിട്ടില്ല എന്നുള്ളത്. ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് എന്ന് പറയുന്നത് ഇഞ്ചിയും വെളുത്തുള്ളിൻ്റെ ഫ്ലേവറാണ് കേട്ടോ. അതാണ് ഈ കറിക്ക് ഏറ്റവും ടേസ്റ്റ് ഉണ്ടാവുക. അത് ഞാൻ പിന്നെ കറിയൊക്കെ താളിച്ചൊഴിച്ചതിന് ശേഷം ഇഞ്ചി വെളുത്തുള്ളിയും ചതച്ചിട്ട് ഒന്ന് മൂപ്പിച്ചിടുകയാണ് കേട്ടോ ചെയ്തത്. കറിവേപ്പിലയൊക്കെ ഇട്ടു. തേങ്ങ അരയ്ക്കുന്നില്ല കേട്ടോ. തേങ്ങ അരയ്ക്കാത്ത കറിയാണ് കേട്ടോ. എന്നാൽ രാവിലെ ദോശയ്ക്ക് മാത്രം മതി. അന്നേരം മീൻ വാങ്ങിക്കുക ഉച്ചക്കത്തേക്ക് എന്നുള്ള കണ്ടീഷനിലാണ് കേട്ടോ. അന്നേരം ദോശയ്ക്ക് ചാണ്ട് കൊണ്ടുപോകും വേണം. അന്നേരം ഇതങ്ങ് ആക്കിയാൽ എളുപ്പത്തിലായില്ല. രാവിലെ എളുപ്പക്കറി എന്നൊക്കെ പറയുമ്പോൾ ഇതൊക്കെയാണ് കേട്ടോ എളുപ്പക്കറികൾ. ചോറിനും നല്ല കറിയാണ് കേട്ടോ. നമ്മൾ ചോറിനും ഇതൊക്കെ തന്നെ എടുക്കൽ കേട്ടോ. പിന്നെ മീൻ മേടിക്കുന്നതുകൊണ്ട് മാത്രം, അല്ലെങ്കിൽ ചോറിനും ഈ കറി തന്നെ കൂട്ടി വെക്കുന്നേ ഉള്ളൂ. നേരത്തെ നീർദോശ ഒഴിക്കുന്നുണ്ട്. നീർദോശ ഒഴിക്കുന്നതിൻ്റെ ഇടയിൽ കൂടുതൽ ആ ചോറിന് അരിയൊക്കെ അടുപ്പത്തിട്ടുണ്ട് കേട്ടോ. ഈ പ്രാവശ്യം കിട്ടിയ റേഷൻ അരി നല്ല വേവുള്ള അരിയാണ്. നമ്മളെ ജയരി മട്ടരി അതുപോലെ ഉണ്ട് കേട്ടോ വേവ്. ഇവിടെ എല്ലാവർക്കും അങ്ങനത്തെ അരി പറ്റൂല. എല്ലാവർക്കും ചെറിയ അരിയാണ് ഇഷ്ടം, വേഗം വേകുന്ന അരി. നേരെ നമ്മൾ മഴയൊക്കെയല്ലേ വരുന്നത്. ഇപ്പോൾ സ്കൂൾ തുറന്നു കഴിഞ്ഞാൽ കുട്ടികൾക്ക് വൈകുന്നേരം രാവിലെയൊക്കെ കടി വേണ്ടേ. അന്നേരം അരിയൊക്കെ ഒന്ന് കഴുകി ഉണക്കി വെച്ചിട്ടില്ലെങ്കിൽ എപ്പോഴും പൊടിക്കാനൊന്നും കരണ്ടും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ലല്ലോ. അതായത് ലേശം പച്ചരിയും പുഴുങ്ങലരിയും കൂടെ ഒരു 5 കിലോ അരിൻ്റെ അടുത്തുണ്ട് കേട്ടോ. ഒരു 4 കിലോ അരിയുണ്ട്. അതായത് പച്ചരി ഈ മാസം ഞങ്ങൾക്ക് വാങ്ങിയിട്ടില്ല. ശാണ്ട പുഴുങ്ങലരി മൊത്തത്തിൽ വാങ്ങി. അതായത് അമ്മേൻ്റെ അടുത്ത് പോയിട്ട് ഒരു 2 കിലോ പച്ചരി എടുത്ത് വീട്ടിൽ നിന്ന് കുറച്ച് പുഴുങ്ങലരിയും കൂടെ എടുത്തിട്ട് കഴുകി ഉണക്കി ഇടുക കേട്ടോ. അന്നേരം മേലെ നമുക്ക് വാർപ്പിട്ട വീടാന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, കയറാൻ പറ്റൂല ഇതിൽ. അന്നേരം ഞാൻ ഇതാ മേശ കൊണ്ടുപോയിട്ട് മേലെ വെച്ചിട്ടാണ് കേട്ടോ എപ്പോഴും അരിയുടെ ചാണ്ടൊരു പഴയ മുണ്ടാണ് കേട്ടോ. ഇത് ഉടുക്കലില്ല, പോളിസ്റ്റർ ആയതുകൊണ്ട് ഉടുക്കലില്ല. അന്നേരം ഞാൻ ഇങ്ങനത്തേനൊക്കെയാണ് കേട്ടോ ഈ മുണ്ടെടുത്തതാകുമ്പോൾ വെയിൽ കൊണ്ടാൽ വേഗം ഉണങ്ങും കിട്ടും. കോട്ടൻ്റെ മുണ്ടാകുമ്പോൾ വെള്ളം അങ്ങനെ നിൽക്കുകയും ചെയ്യില്ല. അന്നേരം അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ലല്ലോ. എൻ്റെ ഈ പോളിസ്റ്ററിൻ്റെ മുണ്ടിടുന്ന കേട്ടോ. അതൊക്കെ കഴുകി ഊറ്റിയൊന്നും ഞാൻ വെച്ചിട്ടില്ല കേട്ടോ. ഊറ്റുന്ന സാധനത്തിൽ കുറേ അതും ഇതൊക്കെ ഇട്ട് വെച്ചേക്കണം. അന്നേരം പിന്നെ അതൊക്കെ ഒഴിവാക്കാനുള്ള മടി കൊണ്ട് തന്നെ എന്തൊക്കെ വേഗം അങ്ങനെ തന്നെ വെള്ളമൊന്ന് ഊറ്റി കളഞ്ഞതിന് ശേഷം കൈ കൊണ്ട് വെള്ളം ഊറ്റി അങ്ങ് ഉണങ്ങാനിട്ടു കേട്ടോ. രാവിലെ 8 മണിയായപ്പോഴത്തേക്കുള്ള വെയിലാണ് കേട്ടോ അത്. ഞാൻ 8:30 ആകുമ്പോഴത്തേക്കും അരി വേഗം കഴുകിയിട്ട് എന്ന് വെച്ചാൽ ഒരു 12:30 1 മണിയൊക്കെ ആകുമ്പോഴത്തേക്കും മഴ മൂടിക്കെട്ടി ഇങ്ങ് വരും കേട്ടോ. പിന്നെ വെയിലുണ്ടാവില്ല. നേരെ അലക്കലും ഇങ്ങനത്തെ പരിപാടികളൊക്കെ ഇപ്പോൾ രാവിലെ ചെയ്യും. അതൊക്കെ ഇട്ട് വന്നതിന് ശേഷം ഇതാ മീനുണ്ടായിരുന്നു. രാവിലെ മീൻകാരനൊന്നും വന്നിട്ടില്ല കേട്ടോ. ഞാൻ പോകുന്നതിന് മുന്നേ ലേശം മത്തി വാങ്ങിക്കൊണ്ട് തന്നിട്ടാണ് കേട്ടോ പോയത്. അതായത് മാങ്ങ ഇട്ട് തേങ്ങ അരച്ച് കറിയൊക്കെ വെച്ചു. എല്ലാവരും ഉള്ളല്ലേ. അന്നേരം ലേശം നീട്ടി അങ്ങോട്ട് കറി വെച്ചാൽ നടക്കുള്ളൂ, ഇല്ലെങ്കിൽ നടക്കില്ല. അതിൽ മത്തി കഷ്ണം എല്ലാവർക്കും കറി വെച്ചത് വലിയ താല്പര്യമില്ല കുട്ടികൾക്ക്. അതുകൊണ്ട് ഞാൻ ലേശം മീനെടുത്തിട്ട് കറി വെച്ചു, ബാക്കി വറുത്തു കേട്ടോ. അരിന്നിപ്പം സെപ്പറേറ്റ് ആയിട്ടൊന്നും തിളപ്പിക്കാനൊന്നും വെക്കുന്നില്ല. നമ്മൾ മത്തിയായതുകൊണ്ട് തന്നെ അങ്ങനെ ഉടഞ്ഞു പോകുന്ന പ്രശ്നങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ എല്ലാം കൂടെ ഒന്നിച്ച് അങ്ങോട്ട് ഇട്ടിട്ട് മിക്സ് ചെയ്തിട്ട് വെക്കാം കേട്ടോ. ഞാൻ പിന്നെ മീൻ കറീൻ്റെ റെസിപ്പി ഇഷ്ടംപോലെ ഇട്ടിട്ടുള്ളതല്ലേ, അതുകൊണ്ടാണ് കേട്ടോ അതിൻ്റെ പ്രത്യേകിച്ച് വീഡിയോസോ കാര്യങ്ങളൊന്നും ഇടാത്തത്. അരിന്നൊരു ലേശം ചക്ക ഉണ്ട്, പുഴുങ്ങാൻ ഒരെണ്ണമുണ്ട്. അന്നേരം അതൊന്ന് പുഴുങ്ങും ചെയ്യും. അന്നേരം മീൻ കറി ഉണ്ടെങ്കിൽ നല്ലല്ലേ വിചാരിച്ചു. അന്നേരം വൈകുന്നേരം ചക്കപ്പുഴുക്കും മീൻ കറിയും കഴിക്കാമല്ലോ വിചാരിച്ചു. ഇന്നലെ മൂത്തമ്മ തന്നാണ് കേട്ടോ ചക്ക. അന്നേരം അതിവിടെ കൊണ്ടുവച്ചിട്ടുണ്ടായിരുന്നു. വരിക്കച്ചക്കയാണ് കേട്ടോ. പഴുത്താൽ നല്ല ചക്കയാണെന്ന് പറഞ്ഞാൽ എന്നാലും ഞാൻ ഒരു കഷ്ണം പുഴുങ്ങാന്ന് വെച്ചൊരു സമാധാനമില്ല. ചക്ക നമുക്ക് ഈ 2 മാസമല്ലേ കിട്ടുള്ളൂ. കഴിഞ്ഞ് പിന്നെ ചക്ക സീസണം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അത് നമുക്ക് കിട്ടൂല. അന്നേരം കിട്ടുമ്പോൾ എല്ലാം പരമാവധി അങ്ങോട്ട് ഞങ്ങൾ കഴിക്കും. എനിക്കത് എത്ര കിട്ടിയാലും ഞാൻ തിന്നു കേട്ടോ. പഴുത്തതാണെങ്കിൽ ശരി, പച്ചയാണെങ്കിൽ ശരി, പുഴുങ്ങിയിട്ടാണെങ്കിൽ എങ്ങനെയാണെങ്കിലും ഞങ്ങൾ കഴിക്കും കേട്ടോ. എനിക്കത് നന്നാക്കാനോ വെട്ടാനോ പുഴുങ്ങാനോ അങ്ങനത്തെ ഒരു മടിയില്ല കേട്ടോ. ചക്കേൻ്റെ കാര്യത്തിൽ എന്നല്ല, ഫുഡിൻ്റെ എന്ത് കാര്യമാണെങ്കിലും ഞാൻ കഴിക്കാത്ത ഫുഡാണെങ്കിലും എന്ത് ഫുഡും ആയിക്കോട്ടെ ഞാൻ അതെങ്ങനെയാണെങ്കിലും വെച്ചുണ്ടാക്കും കേട്ടോ. അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല ഫുഡിൻ്റെ കാര്യത്തിൽ. അതായത് നമ്മൾ മീൻ കറി ആയിട്ടുണ്ട്. മീൻ കറി താളിച്ചിടുക കേട്ടോ. ലേശം ഉലുവയും ലേശം വെളുത്തുള്ളിയും കൂടെ മൂപ്പിച്ചിട്ട് അങ്ങോട്ട് ഒഴിച്ച് കഴിഞ്ഞാൽ നമ്മളെ കറി റെഡിയായി. പിന്നെ ലേശം മീൻ വറുക്കാനുണ്ട്. അതായത് അതും കൂടെ വറുത്ത് കഴിഞ്ഞാൽ അടുപ്പിൻ്റെ അടുത്തുള്ള പരിപാടികൾ ഏകദേശം അങ്ങോട്ട് കഴിഞ്ഞിട്ടു കേട്ടോ. ഇനിയിപ്പോൾ കുട്ടികൾക്ക് സ്കൂൾ തുറക്കാനായില്ലേ, ഇനി കുറച്ച് ദിവസം ഉള്ളൂ. പിന്നെ നമ്മളെ കുഞ്ഞാപ്പൂൻ്റെയും പൊന്നൂൻ്റെയും പെരുന്നാളാണ് കേട്ടോ. അടുത്ത ചൊവ്വാഴ്ച പൊന്നൂൻ്റെ പെരുന്നാളാണ്, തിങ്കളാഴ്ച പൊന്നൂൻ്റെ പെരുന്നാളാണ്, ബുധനാഴ്ച കുഞ്ഞാപ്പൂൻ്റെ പെരുന്നാളാണ് കേട്ടോ. കുഞ്ഞാപ്പൂ ഉണ്ടായതിനു ശേഷം 3 കൊല്ലമായിട്ട് പൊന്നൂൻ്റെ ബർത്ത്ഡേ ഒന്നും ആഘോഷിക്കലില്ല. അതിനുശേഷം ഓരോ കൊല്ലം ബർത്ത്ഡേ ആകുമ്പോൾ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളുണ്ടാവും കേട്ടോ. എൻ്റെ പൊന്നൂന് എപ്പോഴും പരാതിയാണ് ഇപ്പോൾ കുറച്ചായിട്ട്. എന്നാലും ഇപ്രാവശ്യം ആഘോഷങ്ങളൊന്നും ഉണ്ടാവുമൊന്നുമില്ല. സ്കൂളൊക്കെ തുറക്കാനായില്ലേ, സാധനങ്ങളൊക്കെ മേടിക്കണം. എന്നാലും 2 കുട മേടിച്ചു കേട്ടോ. 2 ആൾക്കും 500 റുപ്യയായി 2 കുടക്ക്.
വേഗം ബുക്കും എന്ന് പറഞ്ഞാൽ എല്ലാം മേടിക്കണം. അന്നേരം നമ്മളെ പ്ലാവിലുണ്ടായ ചക്കയാണിട്ടത്. അന്ന് നമ്മൾ 3-4 പറിച്ചിട്ടുണ്ടായില്ല. വറുത്തതിൻ്റെ ബാലൻസ് ഒരു ചെറിയ ചക്ക ഉണ്ടായിരുന്നു കേട്ടോ. അന്നേരം ഞാൻ അതോടെ എടുത്ത് വെച്ചു. പഴുക്കുമ്പോൾ തിന്നാണ്ട് നോക്കുമ്പോൾ നല്ല മധുരം ഉണ്ട് കേട്ടോ. തേൻ പോലെ ഉണ്ട്. കുഞ്ഞ് ചക്കയാണ്. ഇടിച്ചക്കേൻ്റെ അത്രേ ഉണ്ടായിട്ടുള്ളൂ കേട്ടോ. പിന്നെ ചക്കയൊക്കെ വെട്ടി നന്നാക്കി അതൊക്കെ വറുക്കലും പുഴുങ്ങലൊക്കെ ആയിട്ട് വറുക്കാനും പുഴുങ്ങാനൊക്കെ എടുത്ത് വെച്ചു. അതിൻ്റെ ഇടയിൽ കൂടെ കുഞ്ഞാപ്പൂനെ കുളിപ്പിച്ചു, ഉറക്കി ഇതൊക്കെ ചെയ്യും കേട്ടോ. ഞാൻ ചക്ക വെട്ടുമ്പോൾ ആ കുട്ടികൾ അനിയൻ്റെ കുട്ടിയുണ്ട്. ചക്കരയും കൂടെ ഞാൻ മീൻ നന്നാക്കിയപ്പോൾ അതിൻ്റെ തലയും എടുത്തുകൊണ്ട് പോയിട്ട് പുഴയിൽ പോയിട്ട് ഞണ്ടിനെ പിടിക്കാൻ പോയിട്ടോ. 2 ഞണ്ടാണ് കിട്ടിയിട്ടുള്ളൂ. അതാ അവരവിടെ നന്നാക്കലും പിടിക്കലൊക്കെ ചെയ്യേണ്ട. അവരെന്നെ നന്നാക്കി അവരെന്നെ കറി വെച്ച് കഴിച്ചു കേട്ടോ. പറഞ്ഞു കൊടുത്തേന് ഇങ്ങനെ ചെയ്താൽ മതിയെന്ന്. പിന്നെ കുഞ്ഞാപ്പനെ കുളിപ്പിക്കാൻ വെള്ളം വെച്ചപ്പോൾ ആ അടുപ്പ് തന്നെ ഏട്ടനും അനിയത്തിയും കൂടെ അതൊക്കെ വെച്ചുണ്ടാക്കി തിന്നു കേട്ടോ. എല്ലാവർക്കും ഓരോ കഷ്ണം ഉണ്ടാവും കേട്ടോ. അത്രേ ഉണ്ടാവില്ലുള്ളൂ. ഇനി മഴയായാലും ഇഷ്ടംപോലെ ഞണ്ടൊക്കെ കിട്ടും കേട്ടോ. അന്നേരം നമ്മളെ കപ്പപ്പുഴുക്കും മീൻ കറി ഇതാ വൈകുന്നേരം ഇപ്പം നല്ല മഴ മൂടിയൊക്കെ വന്നു. എല്ലാവരും വേഗം കുളിയൊക്കെ കഴിഞ്ഞ് കറണ്ട് പോകില്ല, അവന് ലൈറ്റൊന്നും ഉണ്ടാവില്ല. അവർ വേഗം കുളിച്ചു അലക്കലൊക്കെ കഴിഞ്ഞ് ഇതാ ചായ കുടിക്കാൻ കേട്ടോ. അതെന്ന് വെച്ചാൽ ഷാണിന്ന് നേരത്തെ വന്നു. അന്നേരം എല്ലാവരും കൂടെ കോലായിലിരുന്ന് ചായ കുടിക്കാമെന്ന് വെച്ച് നോക്കുമ്പോൾ മൂടി കെട്ടിയിട്ട് വീഡിയോ എടുക്കാനൊന്നും പറ്റൂല, വെളിച്ചില്ല. അന്നേരം പിന്നെ അകത്തുനിന്ന് തന്നെ വേഗം ചായയൊക്കെ കുടിച്ചു. അന്നേരം എല്ലാവർക്കും നമ്മൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ലൈക്ക് ചെയ്യുന്നതും സബ്സ്ക്രൈബ് ചെയ്തതും കമൻറ്റ് ചെയ്യുന്ന എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് ഉണ്ട് കേട്ടോ. എന്നും കമൻറ്റ് ചെയ്യുന്ന ചേട്ടന്മാരാണോ ചേച്ചിമാരാണോ എന്നൊന്നും അറിയില്ല. കമൻറ്റിനൊക്കെ റിപ്ലൈ കൊടുക്കലുണ്ട് കേട്ടോ. എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട്. വീണ്ടും വരുവരേക്കും ബായ്.